ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്താ രാജിവെച്ചൂടെ എന്ന് ചോദ്യം വരും. പക്ഷെ അത് BJP സംബന്ധിച്ചോളം ആത്മഹത്യാപരമാണ്. കാരണം ബീഹാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ശക്തമായി നിന്നിരുന്നൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന് യഥാർത്ഥത്തിൽ തകർത്തു കൊടുത്തത് ഏറ്റവും ഉയർന്ന ഒരു മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിച്ച ഒരു കോഴ്സിന് വരാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നീറ്റ് സംവിധാനം സമ്പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളും ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ അഡ്മിഷനിലേക്ക് സാർക്ക് അതിനെ കുറച്ചും കൂടി ബഷീർ സാർക്ക് അതിനെ പറ്റി അറിയും, എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകം എന്നുള്ളത് അവരും ഇതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരിതിൽ നിന്ന് ഒഴിയുമ്പോൾ മാത്രമാണ് എഞ്ചിനീയറിംഗിൻ്റെ ശരിക്കുമുള്ള അഡ്മിഷൻ നടക്കുക. ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സത്യാഗ്രഹം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് നീറ്റ് അടക്കമുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങൾ ചോരുന്നത് തുടർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുകയും അത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉണ്ടാവുകയും വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹവുമായി ഗാന്ധിയൻ സമര രീതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള വ്യക്തികളെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കും വിധം കാര്യങ്ങൾ വഷളായിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്? ഇന്നലെ ഈ മഹാരാഷ്ട്രയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, UP യിൽ നിന്നൊക്കെ ഉള്ള യുവാക്കളും കുട്ടികളും ഈ ട്രെയിനിൽ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ യുവാക്കളും കുട്ടികളുമൊക്കെ ഇന്നലെ ഫുട്ബോളിൻ്റെ ജ്വരത്തിലാണ്. അതുപോലെ തന്നെ ഇന്ന് അവർ പ്രക്ഷോഭ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കറന്നുറങ്ങുകയാണ് അത് കളി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇടതുപക്ഷ സ്വാധീനവും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിലയിൽ നിൽക്കേണ്ടവരുമായവരെ നമ്മളൊന്നും അറിയാതെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയണമെന്ന് വെച്ചാൽ ഇതെല്ലായിടത്തും വ്യാപിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും പിന്തുണ നൽകേണ്ട ഒരു പ്രക്ഷോഭമായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അവധിയും ഉറക്കുമല്ല നമുക്ക് ആവശ്യമെന്ന് പറയാനാണ്. ഇപ്പോൾ സോനം വാങ്ചുക്ക് നമുക്കറിയാം, അദ്ദേഹം ഈ പ്രക്ഷോഭത്തിലേക്ക് വന്ന് പിന്നെ പട്ടിണി കടന്ന് മരിക്കേണ്ട ഒരാളൊന്നുമല്ല. കാരണം അദ്ദേഹം ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ അത്രയേറെ പ്രാമുഖ്യമുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം NITയുടെ പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പല കണ്ടെത്തലുകളും ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൈദ്യുതി മറ്റേ രംഗത്തൊക്കെ അദ്ദേഹം കൊണ്ടുവന്നതുകളൊക്കെ. അതിന് അദ്ദേഹത്തിന് വെച്ചാൽ മക്സേസ അവാർഡ് വരെ എന്താണ് കിട്ടിയിട്ടുണ്ട്. ഒരു പാരലൽ നോബൽ പ്രൈസാണ് ഇതിന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്രയും പ്രശസ്തനായ അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭത്തിലിറങ്ങിയത് ഈ കാശ്മീർ വിഭജിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും വലിയ വാഗ്ദാനങ്ങളുണ്ടായിരുന്നത്. പക്ഷെ ആ വിഭജനം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ലഡാക്കിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടിയും മറ്റുമൊക്കെ അദ്ദേഹം അന്നിതുപോലെ ഫാസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അന്ന് സർക്കാർ നേരിട്ടത് ഇതുപോലെയൊക്കെ തന്നെ ആണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കൃത്യമായ ഒരു പ്രോബ്ലം ഇവിടെ ഉന്നയിക്കപ്പെടുകയും അത് കുറച്ച് ഏതാണ്ടൊരു മാസത്തിലധികമായിട്ട് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോസിനെ നിയതമായ രൂപത്തിൽ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം ഇവിടെ കേവലം 17 വയസ്സ് മാത്രമുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള 2-3 കുട്ടികളാണ് ഇത് എക്സ്പോസ് ചെയ്തത്. അവരെത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. CBSE തന്നെ അവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് വിശദീകരിപ്പിച്ചു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പ്രശ്നത്തിൻ്റെ അതിപ്പോൾ അത് മറ്റേ CBSE എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, നീറ്റുമായിട്ടും ബന്ധപ്പെട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ തെറ്റാരുടേതാണെന്നൊരു ചോദ്യം വരും.
അത് കുറച്ചുകൂടെ എന്താണ് ഒരു ഫൈനർ മോഡിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ തന്നെ പ്രശ്നങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്നിടത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അത് മനസ്സിലാകുന്നതോടെ ഈ സിസ്റ്റത്തെ ആരാണ് താറുമാറാക്കിയത് എന്നുള്ള ചോദ്യം വരും. അപ്പോൾ സിസ്റ്റത്തെ താറുമാറാക്കിയത് ആര് എന്നുള്ള ചോദ്യം കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയാണ്, അത് ബോധപൂർവമാണോ അല്ലാതെ സംഭവിച്ചതാണോ എന്നുള്ളത്. ഇവിടെ പിന്നെ ഈ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ചില കാര്യങ്ങളെങ്കിലും അത് ചില പരിഷ്കരണങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന, അവധാനതയില്ലാതെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ്, അതിനിടയിൽ എടുക്കേണ്ടിയിരുന്ന പ്രിക്വേഷൻസ്, അല്ലെങ്കിൽ ഒരു ഗ്രിഡുകൾ ഉണ്ടാവുമല്ലോ, എവിടേക്കാണ് പ്രശ്നം വരാനിടയില്ല അവിടേക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട ഗ്രിഡുകൾ ആവശ്യമുണ്ടാവും. ഇതൊന്നുമില്ലാതെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഈ റിഫർമേഷൻസ്, ഒപ്പം തന്നെ കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ ചില സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തെയും അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെയും വല്ലാതെ കലുഷിതമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളും അതുപോലെ തന്നെ മറ്റേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളൊക്കെ അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രതിഷേധം മെല്ലെ വരുന്നു. ഈ സമയത്താണ് വളരെ ഒരു ആനുഷംഗികമായിട്ട് ഒരു പക്ഷേ ഒരു തമാശ പോലെ ഒരു പോസ്റ്റ് ഈ അഭിജിത്ത് ദീപ്കേന്തിന്ന് ഇടുന്നത്. പക്ഷെ അതിന് കിട്ടുന്നൊരു പിന്തുണ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ യുവമനസ്സ് വല്ലാതെ അസ്വസ്ഥമായി കഴിഞ്ഞിരിക്കുന്നതാണ്. ആ അസ്വസ്ഥത സ്വാഭാവികമായിട്ടും ഇതിനെ തിരുത്തണം, ഇതിനി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയിക്കൂടാ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ആ രീതിയിലുള്ള ചില പ്രപ്പോസൽസ് അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ചില നേരിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണക്കാരായ ആളുകളെയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെയോ തിരുത്തുന്നതിന് പകരം അവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു മൗനം പാലിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് എന്തായി, ഇതിൻ്റെ ഒരു കീ റോളിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നർത്ഥത്തിൽ വിദ്യാഭ്യാസ മിനിസ്റ്റർ രാജിവെക്കണമെന്നുള്ള ഒരു സിംഗിൾ അജണ്ട, അല്ലാതെ സർക്കാർ പുറത്തു പോകണമെന്നോ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു സിംഗിൾ മിനിസ്റ്റർ അദ്ദേഹത്തിന് എന്തായാലും ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും, വേറൊന്നുമില്ലെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം, അദ്ദേഹം റിസൈൻ ചെയ്യണം എന്നുള്ളതിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു. അത് മെല്ലെ ഒരു പ്രക്ഷോഭമായിട്ട് വളരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് സംഭവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് ഈ സമാനമായിട്ടുള്ള ഈ ലീക്കേജുകൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അടുത്തിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നുവെച്ചാൽ 14 തൊട്ടുള്ളൊരു ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150-ലധികം വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ 38 എണ്ണം ഡൽഹിയുമായും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ആലോചിച്ച് നോക്കും, അതിനകത്ത് ആർമി റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ ഉണ്ട്, അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റുകളുണ്ട്, നീറ്റും കീമും അല്ലെ മറ്റേ അത്തരത്തിലുള്ള ഇതുകളൊക്കെ ഉണ്ട്, CUT ഒക്കെ പോലുണ്ട്. വെച്ചാൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും നടന്ന പല എക്സാമുകളും ഇത്തരത്തിൽ ലീക്കായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നിർത്താൻ നമുക്ക് കാണാൻ പറ്റും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിൽ, ഹരിയാനയിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഇത്തരം സംസ്ഥാനങ്ങളിലാണിത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വിശദീകരണം ആവശ്യമുള്ള ഒന്നാണ്. എന്നാൽ അത്തരത്തിൽ ഒരു വിശദീകരണത്തിനും മറ്റേ ശ്രമമുണ്ടായില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഇതൊരു കേവല യാദൃശ്ചികതയല്ല എന്നുള്ളതാണ്. മറിച്ച് എവിടെയൊക്കെയോ ചില നിഗൂഢമായ താല്പര്യങ്ങളോ ഇടപെടലുകളോ ഒക്കെ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വതന്ത്രമായിരിക്കേണ്ട ഈ വിദ്യാഭ്യാസ മേഖല, റിക്രൂട്ട്മെൻറ്റ് സെക്ടർ, അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ എംപ്ലോയ്മെൻറ്റിൻ്റെ സെക്ടർ, ഇതൊക്കെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലിലേക്ക് യുവത്വത്തെ എത്തിച്ചു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങൾക്ക് ലഭ്യമാകേണ്ട, തങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടത് സ്വകാര്യമായി കവർന്നെടുക്കപ്പെടുന്നുണ്ടല്ലോ. കുറച്ചുകൂടതായി പറഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷൻ
ഇവിടെ ഇത് രാഷ്ട്രീയ രംഗത്ത് പ്രബലരായിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള സപ്പോർട്ടൊന്നും ഇല്ലാത്ത ആളുകൾ വേറൊരു ഭാഗത്തും നിൽക്കുന്ന ഒരുതരം ഗെയിമിലേക്ക് ഇതൊക്കെ പോവുകയാണോ എന്ന ചോദ്യത്തിലേക്ക് അത് എത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ 1929 ഭഗത് സിംഗ്, നമ്മൾ ഭഗത് സിംഗിനെ ബോംബെറിഞ്ഞ ആളെ കേട്ടാങ്ങല്ല, പക്ഷേ ഭഗത് സിംഗ് ആണ് ഇന്ത്യയിൽ അത്തരത്തിലൊരു ഹങ്കർ സ്ട്രൈക്ക്, അല്ലെങ്കിൽ ഭഗത് സിംഗും കൂട്ടരുമാണ് ജയിലൊരു ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നത്. അന്ന് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ജയിലിലെ ഇന്ത്യൻ തടവുകാർക്ക്, പ്രത്യേകിച്ചും രാഷ്ട്രീയ തടവുകാർക്കിടയിൽ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷനാണ്. അവർ ഇന്ത്യയെ രണ്ടായി കാണുന്ന അവസ്ഥ. അത് 110-16 ദിവസം നീണ്ടുന്ന സ്ട്രൈക്കായിരുന്നു. അതിനകത്ത് 10-64 ദിവസം പിന്നെ നിരാഹാരം കിടന്ന എന്താണ് ഒരു ജിതേന്ദ്രനാഥ് എന്ന് പറയുന്നൊരു കക്ഷി മരിച്ചുപോയി. അപ്പം ഇതിന് ശേഷം മഹാത്മാഗാന്ധി ഇതിനെ വലിയൊരു സമരരൂപമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷ് സർക്കാരിനോട് ഏറ്റവും സമാധാനപരമായി തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേറൊരർത്ഥത്തിൽ ഒരു റെസിസ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു ആയുധമായിരുന്നു. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് പിന്നെ വേറൊരു രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഈ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടുകൊണ്ട് പൊട്ടി ശ്രീരാമുലു എന്ന് പറയുന്ന കക്ഷി 1952 നടത്തിയ പക്ഷം അദ്ദേഹം മരിച്ചു അതിനകത്ത്. പക്ഷേ എങ്കിലും എന്ത് ചെയ്തു, അത് വലിയ അജിറ്റേഷനിലേക്ക് പോവുകയും അങ്ങനെ ആന്ധ്രാപ്രദേശ് രൂപീക്കപ്പെടുകയും പിന്നീട് ഭാഷാ സംസ്ഥാനങ്ങളെന്ന ആശയം വരികയും, അപ്പോൾ അത് വലിയ റിഫോർമേഷന്, കാരണം അത് വലിയൊരു നല്ലൊരു മാറ്റമായിരുന്നു. കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷ ഉപയോഗിക്കണമെങ്കിൽ പോലും അത് ആവശ്യമായിരുന്നു. മറ്റേ നമുക്കൊക്കെ അറിയാം, നമ്മൾ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു, തമിഴ് നമുക്കിവിടെ അറിയാത്ത നാടാണ്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലുമുള്ള മാറ്റങ്ങൾക്ക് പിന്നെ പല പ്രൊട്ടസ്റ്റുകളും ഇപ്പോൾ മേധഭട്കറെ പോലുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സമരരൂപം എന്ന അർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായൊരു സമര രൂപമാണ്. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? അതിനോട് നമുക്കറിയാപ്പോൾ ഈ BJP സർക്കാർ അധികാരത്തിൽ വരാനിടയായ ഒരു സാഹചര്യമുണ്ട്. അത് അണ്ണാ ഹസാരയുടെ സമാനമായൊരു സമരമായിരുന്നു. ആ സമരത്തോട് അന്നത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരുപാട് തവണ സംസാരിക്കാൻ വേണ്ടി ഇത് ചെയ്തു. അങ്ങനത്തെ മീഡിയേഷൻ നടന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു. മന്ത്രിമാരുടെ ഒരു ഉപസമിതി രൂപീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലോകപാൽ ബില്ല് എന്താണ്, അതിൽ ഈ അണ്ണാ ഹസാരൻ്റെ ആളുകളെ ഉൾപ്പെടുത്തി. അത് വളരെ ജനാധിപത്യപരമായിട്ടാണ് ആ ഒരു പ്രശ്നത്തെ ഏറ്റെടുക്കുകയും അതിൻ്റെ മൂല്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് പോകുന്നത്. ഇവിടെ അതിൻ്റെ എത്രയോ ഇരട്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ളത്. അതിനോടുള്ള സമീപനം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് നമ്മൾ കണ്ടു. ഇന്ന് രണ്ടും അറസ്റ്റും അടിച്ചമർത്തലുമൊക്കെ നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ചലോ സൻസദ് മാർച്ച് എന്ന് പറയുന്നത്, ഇത് പാർലമെൻറ്റ് മാർച്ചിൽ എന്താണ്, ഇതൊരു സ്വാഭാവിക പരിണാമമാണ്. അതായത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാത്തതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് BJP ഇതിപ്പോൾ ഒരു വേണമെങ്കിൽ അംഗീകരിക്കാൻ സാധനമല്ലേ, എന്താണ് BJP ഇത്രമേൽ ഭയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഇവിടെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിവിടെ നിൽക്കില്ല. ഈ ചോദ്യങ്ങളിൽ നിന്ന് അടുത്ത പല ചോദ്യങ്ങളിലേക്ക് പോകും. മാത്രവുമല്ല, ഒരിക്കൽ കീഴടങ്ങിയാൽ പിന്നെ പല കാര്യങ്ങളിലും കീഴടങ്ങേണ്ടി വരും. തങ്ങളൊരു രാഷ്ട്രീയ ശക്തി എന്നുള്ള അർത്ഥത്തിൽ ദുർബലനാണ് എന്ന് വരാമെന്നുള്ള പേടി അവർക്കുണ്ട്. മൂന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോർ ഇഷ്യൂസ് പുറത്തു വരും. കാരണം അന്വേഷണം വേണ്ടി വരും, അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും, ആരാണ് കാരണക്കാരെന്നുള്ളത് വരും. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തേക്ക് കടന്നുകൂടിയ താല്പര്യങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആകുന്നൊരവസ്ഥ വരും. പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്താ രാജിവെച്ചുകൂടെ എന്ന് ചോദ്യം വരും. പക്ഷെ അത് BJPയെ സംബന്ധിച്ചോളം ആത്മഹത്യാപരമാണ്. കാരണം ബീഹാർ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ശക്തമായി നിന്നിരുന്നൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന് യഥാർത്ഥത്തിൽ തകർത്തു കൊടുത്തത് ഈ ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ അവർ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചില റോളുകൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് മനസ്സിലായത്, ഇന്നിപ്പോൾ അമിത് ഷാ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അപ്പോൾ പലരും മാധ്യമങ്ങളൊക്കെ എഴുതുന്നതാണ് ഇപ്പോൾ രാജിവെക്കും, 5 മിനിറ്റിനുള്ളിൽ രാജിവെക്കുന്നു.
പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആ ചർച്ചയിൽ അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം വഴങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത അമിത്ഷാക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? അടിച്ചമർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യായിരുന്നു. എന്ത് ചെയ്തു? മറ്റേ മന്ത്രി രാജിവെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഘട്ടം എന്താണ്? ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള റിഫർമേഷൻസും തയ്യാറാവുകയോ ചെയ്യുന്നതിന് പകരം അടിച്ചമർത്തുന്നതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് മറ്റൊരു ഇതെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള അധികാരങ്ങൾ പോലും കവർന്നെടുക്കുകയാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു അർഹത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും നേരെ ചൊവ്വേ നടത്താൻ പറ്റാത്തവർക്ക് ഇതും കൂടെ ഏറ്റെടുത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും BJP അതിൻ്റെ ഒരു രാഷ്ട്രീയ പരാജയം ഇതിനകത്ത് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ ട്രെൻഡുകൾ എതിരാവുന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ കോർപ്പറേറ്റുകളെ വെച്ചുകൊണ്ട് ഭരിക്കാമെന്നുള്ള, അല്ലെങ്കിൽ അവരുടെ മീഡിയ, അവരുടെ പണം, അവർ നൽകുന്ന സ്വാധീനം, പിന്തുണ, ഇത് വെച്ചുകൊണ്ട് ഭരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പൊതുവെ BJP നിൽക്കുന്നത്. പക്ഷേ അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിനെതിരെ ഒരു നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫിഗർ, ഒരു രാഷ്ട്രീയ ആശയവുമായി ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ വാങ്ചുക്ക് ഇന്നൊരു പ്രതീകമാണ്. പക്ഷേ ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ അത് ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. മാത്രമല്ല യുവത്വം കാണിച്ചൊരു ധൈര്യമുണ്ട്. ഇന്നൊക്കെ നമ്മൾ കാണുന്ന ഒരു ധൈര്യം അത് ചെറുതല്ല. കാരണം നിരന്തരമായിട്ട് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, അടിക്കുന്നു, പെൺകുട്ടികളടക്കം മറ്റേ ഭീകരമായിട്ട് മർദ്ദിക്കുക സംഭവിക്കുമ്പോഴും കുട്ടികൾ വീണ്ടും തിരിച്ചു വരികയാണ്. ഡൽഹിയുടെ പല ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ച് അവർ മാർച്ച് വീണ്ടും ചെയ്യാണ്. ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും എന്താണ് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളിലുള്ള ഒരു കരുത്ത്, ഒരു വീര്യം, അത് പൂർണ്ണമായിട്ടും അൺലീഷ് ചെയ്യപ്പെടുന്നൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഖലിസ്ഥാൻവാദികളാണ് പിന്തുണയ്ക്കുന്നോ അല്ലെങ്കിൽ അവർ മറ്റേ ചെങ്കോട്ട തകർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അർണബിനെ പോലുള്ളവരുടെ ഈ മൂന്നാംകിട ഈ മാധ്യമ രംഗത്ത് നടക്കുന്ന അതുകൊണ്ടൊന്നും ഇത് തടയാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു പ്രക്ഷോഭം, എനിക്ക് പറയാനുള്ളതാണ്, ഈ ഒരു പ്രക്ഷോഭത്തെ രാഷ്ട്രീയ ഇന്ത്യ ഏറ്റെടുക്കേണ്ടതുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ അലയൊലി ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു മാർച്ചായിക്കൊണ്ട് ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള നല്ലൊരവസരമായി പിന്നെന്തായാലും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ചില മൗനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള അറിയാം. പക്ഷെ എന്തായാലും ഏറ്റവും നല്ല ഒരു കോസിൻ്റെ പേരിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കാൻ മടിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സോനം വാങ്ചുക്ക് ഇത് മുന്നോട്ട് വന്നു എന്നറിയുന്നില്ല. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഈ വ്യക്തിത്വങ്ങളൊക്കെ മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ട് ഇന്ത്യയെ അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു ജനാധിപത്യത്തിലേക്ക്, സെക്യുലറിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഇതിലൂടെ തുടക്കമാകണമെന്ന് നമ്മൾ കരുതുന്നത്. തീർച്ചയായും ഗുരുതരമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തീർത്തും നിസ്സംഗതയോടുകൂടിയുള്ള പ്രതികരണമാണ് കാണുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞു പിന്നെ സത്യാഗ്രഹ സമരങ്ങളുടെ ഭഗത് സിംഗ് മുതലുള്ള ചരിത്രം. പലപ്പോഴും ഈ സത്യാഗ്രഹ സമരങ്ങളെ പറ്റി പറയാറുള്ള ഒരു കാര്യം, ഗാന്ധിജി സമരം ചെയ്തത് ബ്രിട്ടീഷുകാരോടാണ്. ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉയർന്ന ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരുവിൽ ഒരു ഗാന്ധിയെപ്പോലെ ഒരു മനുഷ്യൻ എല്ലാ ഭക്ഷണം, അന്നപാനീയങ്ങളും ഉപേക്ഷിച്ച് കിടക്കുമ്പോൾ അവരതിനെ അവധാനതാപൂർവം കാണുകയും വളരെ സമാനുഭാവത്തോടു കൂടി അവർ ആ ചർച്ചയെ, അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളെ നോക്കിക്കാണുകയും ആ സമരം ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ജനാധിപത്യ ബോധവും ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയുടെ സമരങ്ങൾ പലപ്പോഴും വിജയിച്ചതെന്നുള്ളതാണ്. നമ്മളിവിടെ സമരം ചെയ്യുന്നത് ഒരല്പം പോലും ജനാധിപത്യ ബോധമില്ലാത്ത, കഴിഞ്ഞ 10-12 വർഷങ്ങളായി 2014 മുതലുള്ള സമരങ്ങളുടെ പോരാട്ടത്തിൽ വിജയിച്ച സമരം എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് കർഷകരുടെ സമരം മാത്രമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് പിന്നെ നമ്മളുടെ NRCയുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഒരു ഭാഗികമായി, ഈ 2 കാര്യങ്ങളിൽ മാത്രമാണ് ഭാഗികമായിട്ടെങ്കിലും ചിലതിൽ പൂർണ്ണമായി കർഷകരുടെ കാര്യത്തിൽ അതിന് കർഷകർ
ഒരു വർഷത്തോളം അവർ മഞ്ഞും വെയിലും മഴയും കൊണ്ട് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ ഒരു സത്യാഗ്രഹം കൊണ്ട് തോൽപ്പിച്ചു കളയാം. കോൺഗ്രസ് ഗവൺമെൻറ്റിനും ആ ഒരു പാരമ്പര്യം ഉണ്ടായതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവർ അണ്ണാ ഹസാരയുടെ അടുത്തേക്കൊരു ഡെലിഗേഷന് വിട്ടു, മിനിസ്ട്രി ഡെലിഗേഷന് വിട്ടു, അവരുടെ കാര്യങ്ങൾ കേട്ടു, അവരുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി ഒരു സമിതി ഉണ്ടാക്കി ലോക്പാൽ ബില്ല് തയ്യാറാക്കുകയും അത് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ കാര്യത്തിൽ ഒരു പരിഹാരത്തിന് ശ്രമിച്ചത്. എന്നാൽ ഇവിടെ അതൊന്നുമല്ല നടക്കുക. ഇവിടെ ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞ എൻ്റെ മകള് ഇപ്പോൾ ബിടെക്കിന് നാളെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നൊരു കുട്ടിയാണ്. മോശമില്ലാത്ത റാങ്ക് കിട്ടി കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അഡ്മിഷൻ അവൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനല്ല കിട്ടിയിട്ടുള്ളത്, സെക്കൻഡ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനാണ്. ഫസ്റ്റിൽ അടുത്ത ഘട്ടത്തിൽ കിട്ടും എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ. പക്ഷേ ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഉയർന്ന ഒരു മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിച്ച ഒരു കോഴ്സിന് വരാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നീറ്റ് സംവിധാനം സമ്പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളും ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ അഡ്മിഷനിലേക്ക്, സാർക്ക് അതിനെ കുറച്ചും കൂടി ബഷീർ സാർക്ക് അതിനെ പറ്റി അറിയും, എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകം എന്നുള്ളത്, അവരും ഇതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരിതിൽ നിന്ന് ഒഴിയുമ്പോൾ മാത്രമാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ശരിക്കുമുള്ള അഡ്മിഷൻ നടക്കുക. എന്തുകൊണ്ടാണ് ഈ നീറ്റ് ഇങ്ങനെ വൈകിയതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ NTA ഈ അലംഭാവവും ഈ പരീക്ഷാ സംവിധാനം. അപ്പോൾ ഇത് ഏറ്റവും താഴേക്കടയിലുള്ള ഇപ്പോഴും കുട്ടികളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും താൻ ആഗ്രഹിക്കുന്ന ഒരു കൗമാരക്കാരിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് ഉയർന്നു പഠിച്ചിട്ടും നല്ല എഫേർട്ട് എടുത്തിട്ടും മാർക്ക് നേടിയിട്ടും റാങ്കിൽ ഉയർന്ന തലത്തിലെത്തിയിട്ടും ആഗ്രഹിച്ച കോഴ്സ് കിട്ടാതെ പോകുന്ന, ഇതൊക്കെ അവരനുഭവിക്കുന്ന സ്ട്രെസ്സാണ്. ഇതൊന്നും ഒരു മുതിർന്ന ആളുകൾ കാണുന്ന പോലെ അത്ര ലാഘവമുള്ളൊരു കാര്യമല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10-13ഓളം കുട്ടികളാണ് ഈ കാര്യത്തിൻ്റെ പേരിൽ ജീവൻ വെടിഞ്ഞത് എന്നുള്ളത് ഒരു രാജ്യം വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ആ കുടുംബത്തെ സംബന്ധിച്ച് 100% നഷ്ടപ്പെട്ടത്. അതൊക്കെ ശരിക്കും രാജ്യം ഒരു സ്വാഭാവികമായി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തുള്ള കുഴപ്പം കൊണ്ട് സംഭവിച്ചാണെന്നുള്ളത് ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണ സംവിധാനത്തിന്, ഒരു വെൽഫെയർ സ്റ്റേറ്റിനുണ്ട് എന്നുള്ളത് ഒക്കെ ഈ കാര്യത്തിലുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ പോലെ 152ഓളം എക്സാമുകളാണ്. ഇത് നീറ്റ് പുനർപരീക്ഷ നടത്താൻ തീരുമാനിച്ചത് തന്നെ അത്ര എക്സ്പോസ്ഡ് ആയിപ്പോയി. ഇത് എല്ലാ ആളുകളുടെ കയ്യിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന, ആർക്കും ഇത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളത് എവിടെയും മൂടി വെക്കാൻ സാധിക്കാത്ത വിധം ബോധ്യപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ ഈ പരീക്ഷ ഞങ്ങളിത് മാറ്റുന്നു എന്നൊരു തലത്തിലേക്ക് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് വരാൻ കാരണം. നേരത്തെ സംസ്ഥാനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടത്തി പോന്നിരുന്ന ഒരു പരീക്ഷയെ കേന്ദ്രം ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു NTA എന്ന ഏജൻസിയെ പറ്റി തന്നെ നിരന്തരം ആക്ഷേപങ്ങൾ വന്നുകൊണ്ട്, നീറ്റിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ കോളേജ് തലത്ത് നടത്തുന്ന നെറ്റ് എക്സാമിൽ വലിയ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ പരീക്ഷകളിലും ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആവർത്തിച്ച് വേണ്ടത്. അതോടൊപ്പം ഇതൊരു വലിയ വിഷയമായി, ഇപ്പോൾ 20 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 1 കോടിയിലധികമായി. ഇന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു വലിയ മാസ് മൂവ്മെൻ്റാണ്. അവരെല്ലാവരെയും ബാധിക്കുന്ന, അവരുടെ ഒക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൂവ്മെൻറ്റിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, വലിയ കോച്ചിങ് ഇൻഡസ്ട്രിയെ വലിയ നിലക്ക് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കോച്ചിങ്ങിനെ കുറിച്ച് കോച്ചിങ്കാരാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നറേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എത്ര അപഹാസ്യമായ കാര്യങ്ങളാണ് വെറുതെ. എന്നിട്ട് സ്കൂൾ ലെവലിൽ തന്നെ കോച്ചിങ്ങിന് പകരം സംവിധാനങ്ങൾ, പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾക്കാണല്ലോ കോച്ചിങ് സ്വാഭാവികമായിട്ടും പിന്നെ വരിക. കോച്ചിങ് ഇവിടെ നിൽക്കും എന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ആ ഇൻഡസ്ട്രി അതങ്ങനെ പോകട്ടെ. പക്ഷേ ഇതിനെ ശരിക്കും ഈ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരു സർക്കാർ വരാതെ, സമൂഹത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ കാണാതെ, ഏറ്റവും സങ്കടം, ഞാനൊരു സങ്കടമായിട്ട് തന്നെ പറഞ്ഞത്, പ്രതിപക്ഷ പാർട്ടികൾ ഇത് വേണ്ടത്ര ഗൗരവത്തിൽ ഏറ്റെടുത്തിട്ടില്ല. ഈ അവസാന സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ LOP ആണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ളവർക്ക്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യൻ മൂവ്മെൻറ്റ് സൃഷ്ടിക്കാൻ എപ്പോഴും കഴിവുള്ള ആളാണ്.
അദ്ദേഹം ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ മധ്യപ്രദേശിലോ മറ്റോ അതും പോയപ്പോൾ തന്നെ ധാരാളം കുട്ടികളാണ് അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ പറയാനും വരുന്നത്. ആളുകൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ടൈമിൽ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മൾ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫിനിഷിങ് പോയിന്റിൽ ഫസ്റ്റ് ടൈമിൽ ആ ഫിനിഷർ അത് ഗോളാക്കി മാറ്റുമ്പോൾ മാത്രമേ ഗോൾ ഒന്ന് കാത്തുന്ന അടുത്ത ഡിഫൻഡർ അത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ, ഇപ്പോൾ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള അല്ലെങ്കിൽ കോക്രോച്ചിനെ പോലെയുള്ള ഒരു അരാഷ്ട്രീയ മൂവ്മെൻറ്റിനെ ഞങ്ങൾ പിന്തുണച്ചാൽ അത് ഞങ്ങളുടെ ബേസിനെയോ ഞങ്ങളുടെ ഒരു പ്രാസ്ഥാനികമായതിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണല്ലോ. ആ പേടിയില്ലാത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിൽ വളരെ ആക്റ്റീവായിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര ഒരു ബേസ് ഇല്ല. SFI ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിലുണ്ട്. കാരണം അവർ കുറച്ചാളേ ഉള്ളൂ. പക്ഷേ ആശയത്തോട് യോജിച്ച് നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നേരത്തെ അണ്ണാസാര മൂവ്മെൻറ്റിൽ അവരങ്ങനെ വന്നത് ആ മൂവ്മെൻ്റ് എവിടേക്കാണ് പോകണമെന്നൊന്നും ആലോചിച്ചിട്ടല്ല. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പാർലമെൻറ്റ് ഏറ്റവും ശക്തമായി ഉപയോഗിക്കുകയും ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇങ്ങനെ അവരുടെ എല്ലാ അലകും പിടിയും അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മമത അവിടെ പ്രശ്നം, അതേപോലത്തെ NCPയുടെ പ്രശ്നം, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾക്ക് ചേർന്ന് നിൽക്കുകയും മൂവ്മെൻറ്റുകൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടുകയും BJP ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് നമ്മൾ വലത്തെ സംസാരിച്ച പോലെ അടുത്ത തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം മൂവ്മെൻറ്റുകൾ അതിശക്തമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് വരുന്ന ഭാവിയിലെ കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറക്ക് ഒരു പ്രതീക്ഷ നൽകാൻ, ഈ രാജ്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ള പ്രതീക്ഷ നൽകേണ്ട, ഓരോ ഘട്ടത്തിലും പ്രതീക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ സംഘടനകൾക്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.